ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ ഇന്നിവിടെ ചോറായിരുന്നു കഴിക്കാൻ. അപ്പോൾ എനിക്ക് രാവിലെയും ചോറുണ്ട് ഉച്ചയ്ക്കും ചോറുണ്ട് ഒരു മടി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം എനിക്ക് ഉണ്ട കഴിക്കാൻ തോന്നി. ഉണ്ട ഉണ്ടാക്കാനാണെങ്കിൽ സിമ്പിളാണ്. സാധനങ്ങളെല്ലാം ഉണ്ട്. ശർക്കരയുണ്ട്, തേങ്ങയുണ്ട്, അരിപ്പൊടിയുണ്ട്. അപ്പം ഭയങ്കര സിമ്പിളാണ്. വേറെ നമ്മളിങ്ങനെ എക്സ്ട്രാ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ നമ്മൾ എക്സ്ട്രാ കറി വെക്കണം. അപ്പം ഞാൻ ഓർത്ത് തന്ന ഉണ്ടാക്കാം. ഉണ്ടയാകുമ്പോൾ എളുപ്പമല്ലേ, ഒരു മധുരമല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിവിടെ ഉണ്ടെന്ന് പറയും, ചിലയിടത്ത് കൊഴുക്കട്ട എന്ന് പറയും. അപ്പോൾ ലക്ഷ്മി ഉണ്ടയാന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഇത് വെള്ളം വെച്ച് തിളപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ശർക്കര പൊടിക്കകത്തേക്ക് കുറച്ച് തേങ്ങ ഇലക്കെ ഇട്ട് തിളപ്പിക്കാൻ വെച്ചു. അതൊരു മണ്ടത്തരമായിപ്പോയി. പിന്നെ ഞാൻ ഉണ്ടയുടെ മാവൊക്കെ സെറ്റാക്കി നല്ലപോലെ കുഴച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കുറേ നേരം എടുത്തിട്ടാണ് ഈ ശർക്കരയും തേങ്ങയും കൂടെ തിളച്ച് അതൊരു പരുവമായി വന്നത്. പിന്നെ എൻ്റെ ഉണ്ട ഭയങ്കര പാടായിരുന്നു ഉണ്ടാക്കാൻ. എന്താണെന്ന് അറിയത്തില്ല, അതിങ്ങനെ പൊട്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു തരത്തിലാണ് മാവൊക്കെ സെറ്റാക്കി എടുത്തത് നമ്മുടെ ഉണ്ടയുടേത്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് എടുത്തപ്പോഴത്തേക്ക് കുറച്ച് നല്ല പാടായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും ഇത് ഇത്രയും സിമ്പിളാണെന്ന്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് നല്ല പാടാന്ന്. ഞാൻ കല്യാണത്തിന് മുമ്പ് വരെ ഒരു പണിയും ചെയ്യത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോന്നൊക്കെ പരീക്ഷിക്കാനും എടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല പാടാന്ന്. ഇപ്പം ഞാൻ വിചാരിക്കുക ചപ്പാത്തിയും കറിയും വരുന്നത് എനിക്ക് ഇത്രയും പാടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫില്ലിങ് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് എല്ലാം പൊട്ടി പോവുമായിരുന്നു. പിന്നെ ഞാൻ എക്സ്ട്രാ മാവ് ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് ഒരു തരത്തിലാണ് ഞാനതൊരു ഉണ്ടയുടെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തത്. അത് ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ മറ്റേ സൈഡ് വിട്ടു പോകുമായിരുന്നു. അങ്ങനെ ഒരു തരത്തിലാണിത് ശരിയാക്കി എടുത്തത്. ഉണ്ടയൊക്കെ ഇത്ര പാടാന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്കൊന്നും നിൽക്കത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ഒരു ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മളങ്ങനെ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു ഉണ്ട. അപ്പം ഞാനങ്ങനെ ആ ഉണ്ട ഒരു തരത്തിൽ ഉണ്ടാക്കി നമ്മുടെ അപ്പച്ചമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഉണ്ട ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയത് ഏകദേശം ഒരു 9 ഉണ്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതൊരു ആ മാവ് വെച്ചൊരു 15 ഉണ്ടെങ്കിലും ഉണ്ടാക്കും. എൻ്റെ ഒരു ഇത് വെച്ച് 9 എണ്ണമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു. നമ്മുടെ ഉണ്ടയൊക്കെ വിട്ടു പോകാതെയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉണ്ടയുടെ അകം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.